ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. നമ്മളോട് പരിചയപ്പെടുത്തുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നവോദയ വിദ്യാലയങ്ങളിൽ അനധ്യാപിക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 1925 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നോയിഡയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഭോപ്പാൽ, ചണ്ഡീഗഡ്, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ, പട്ന, പൂനെ, ഷിലോങ് എന്നീ റീജിയണൽ ഓഫീസുകളിലും രാജ്യത്താകെയുള്ള 649 ജവഹർ നവോദയ വിദ്യാലയങ്ങളിലുമുള്ള ഒഴിവുകളിലേക്കാണ് നവോദയ വിദ്യാലയ സമിതി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഏതൊക്കെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതെന്നും അവയുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ക്ഷണിച്ചിരിക്കുന്ന തസ്തികകൾ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിൻ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ജൂനിയർ എഞ്ചിനീയർ, സ്റ്റെനോഗ്രാഫിസ്റ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഈ എല്ലാ തസ്തികകളിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നത് ഈ പറയുന്ന നവോദയ വിദ്യാലയത്തിന്റെ ഹെഡ് ക്വാർട്ടറിലേക്കും അതോടൊപ്പം തന്നെ റീജിയണൽ ഓഫീസിലേക്കുമാണ്. ഇനി ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്ക് 649 ജവഹർ നവോദയ വിദ്യാലയങ്ങളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ്, കാറ്ററിംഗ് അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, ലാബ് അറ്റൻഡന്റ് ആൻഡ് മെസ് ഹെൽപ്പർ എന്നീ തസ്തികകളിലേക്കാണ്. ഓരോ തസ്തികകളുടെയും ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ ഞാൻ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിൽ നൽകിയിരിക്കുന്ന ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ തസ്തികകളിലും അപേക്ഷിക്കുമ്പോൾ സംവരണ വിഭാഗങ്ങൾക്ക് അവർക്ക് നൽകിയിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിലെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കുമെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. SC/ST ആണെങ്കിൽ 5 വർഷം, അതുപോലെ തന്നെ OBC ആണെങ്കിൽ 3 വർഷം എന്നിങ്ങനെ ഒരു സംവരണ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രായപരിധിയിൽ ഉയർന്ന പ്രായപരിധിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാനിവിടെ പറഞ്ഞു പോകുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. പ്രത്യേകം എടുത്തു പറയത്തില്ല സംവരണ വിഭാഗങ്ങളുടേത്. അപ്പോൾ പറയുന്ന ഓരോ വയസ്സിനോടൊപ്പം അതാത് സംവരണ വിഭാഗക്കാർ എന്ത് ചെയ്യുക, അവർക്ക് അനുകൂല്യമായിട്ട് ലഭിക്കുന്ന ഉയർന്ന പ്രായപരിധി കൂട്ടിയിട്ട് വേണം പരിഗണിക്കാനായിട്ട്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന് പറയുന്ന തസ്തികയാണ്. ഗ്രൂപ്പ് A വിഭാഗത്തിലേക്ക് നൽകിയിരിക്കുന്നതാണ്. ഇവിടെ 5 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. നിലവിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി ഭാവിയിൽ കൂടിയേക്കാം, അതുപോലെ തന്നെ കുറഞ്ഞേക്കാം എന്ന് കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന ഈ ഒരു തസ്തികയുടെ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ ബിരുദവും നിർദ്ദിഷ്ട ശമ്പള സ്കെയിലിൽ പ്രവൃത്തി പരിചയവുമാണ് പറയുന്നത്. ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത് 78,800 മുതൽ 2,09,200 എന്നതാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അടുത്ത തസ്തികയാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിൻ എന്നതാണ് തസ്തിക. ഗ്രൂപ്പ് A ആണ് വിഭാഗമായിട്ട് വരുന്നത്. അവിടെ ടോട്ടൽ വേക്കൻസി നിലവിൽ പറയുന്നത് 2 ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിരുദം, അതോടൊപ്പം തന്നെ നിർദ്ദിഷ്ട ശമ്പള സ്കെയിലിൽ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഒപ്പം 45 വയസ്സാണ് ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 67,700 മുതൽ 2,08,700 എന്നതാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അടുത്ത തസ്തിക ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയാണ്. ഗ്രൂപ്പ് B വിഭാഗത്തിൽ വരുന്ന അതാണ് ഈ ഒരു തസ്തിക. അവിടെ ടോട്ടൽ വേക്കൻസി പറയുന്നത് 82 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ 12ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യവും, നേഴ്സിംഗിൽ ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ BSc നേഴ്സിംഗ്, ഇന്ത്യൻ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും എന്നതാണ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നത്. ഏജ് ലിമിറ്റ് മാക്സിമം 35 വയസ്സാണ്. അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 44,900 മുതൽ 1,42,400 എന്നതാണ് സ്കെയിൽ ഓഫ് പേ ഇവിടെ പറയുന്നത്. അടുത്ത തസ്തിക അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഗ്രൂപ്പ് C വിഭാഗമാണ്. അതിൽ ടോട്ടൽ വേക്കൻസി നിലവിൽ നൽകിയിരിക്കുന്നത് 10 വേക്കൻസിയാണ്. അവയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിരുദം ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത്. ഒപ്പം എന്താണ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഇനി ഇതിന്റെ ടോട്ടൽ ഇവിടെ നൽകിയിരിക്കുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് വരെയാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സാണ്.
അവിടെ സ്കെയിൽ പേ എന്ന് പറയുന്നത് 35,400 മുതൽ 1,12,400 എന്നാണ് ഇതിന്റെ സ്കെയിൽ പേ പറഞ്ഞിരിക്കുന്നത് എന്ന് കാര്യം ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നൽകിയിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് അസിസ്റ്റന്റ് ആണ്. ഗ്രൂപ്പ് സി വിഭാഗമാണ്. ടോട്ടൽ നിലവിലുള്ള വേക്കൻസി 11 വേക്കൻസിയാണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നൽകിയിരിക്കുന്നത് ബികോം ആണ്. ബികോം ഡിഗ്രിയാണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 35,400 മുതൽ 1,12,400 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 30 വയസ്സ് എന്നതാണ് ഇവിടെ ഏജ് ലിമിറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ബി വിഭാഗത്തിൽ വരുന്ന ഒരു തസ്തികയാണ്. ടോട്ടൽ വേക്കൻസി ഇവിടെ നൽകിയിരിക്കുന്നത് 4 എന്നാണ്. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 4 എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകൾ മുഖ്യ വിഷയമായോ നിർബന്ധിത വിഷയമായോ മാധ്യമമായോ നേടിയ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും തിരിച്ചുമുള്ള തർജ്ജമയിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഈ ഒരു തസ്തികയുടെ ക്വാളിഫിക്കേഷനിൽ എടുത്തു പറയുന്നത്. ഒപ്പം ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 32 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ഒപ്പം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ കൊടുത്തിരിക്കുന്നത് 35,400 മുതൽ 1,12,400 എന്നാണ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിരിക്കുന്നത്. അടുത്ത തസ്തിക ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഗ്രൂപ്പ് സി വിഭാഗമാണ്. ടോട്ടൽ വേക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1 വേക്കൻസിയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ ത്രിവത്സര ഡിപ്ലോമ, അതുപോലെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വയംഭരണ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങളിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഇവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഒപ്പം ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 29,200 മുതൽ 92,300 എന്നതാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അടുത്തത് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയാണ്. ഗ്രൂപ്പ് സി വിഭാഗമാണ്. ടോട്ടൽ 22 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതായത് 12ാം ക്ലാസ് വിജയം. ഒപ്പം ഇംഗ്ലീഷിൽ മിനിറ്റിൽ 80 വാക്ക് ഷോർട്ട് ഹാൻഡ്, ഇംഗ്ലീഷിൽ മിനിറ്റിൽ 80 വാക്ക് ഷോർട്ട് ഹാൻഡും അതോടൊപ്പം തന്നെ 40 വാക്ക് ടൈപ്പിംഗ് സ്പീഡും, ഹിന്ദിയിലാണെങ്കിൽ മിനിറ്റിൽ 60 വേർഡ്സ് എന്നാണ് പറയുന്നത് ഷോർട്ട് ഹാൻഡ്. ഹിന്ദിയിലാണെങ്കിൽ മിനിറ്റിൽ 60 വാക്കാണ് ഷോർട്ട് ഹാൻഡ് പറയുന്നത്. അതോടൊപ്പം തന്നെ 30 വാക്കാണ് ഇവിടെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷനിൽ പറയുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 25,500 മുതൽ 81,100 എന്നാണ് നൽകിയിരിക്കുന്നത്. അടുത്ത തസ്തിക കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ്. ഗ്രൂപ്പ് സി വിഭാഗമാണ് ഈ ഒരു തസ്തിക എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ വേക്കൻസി നിലവിൽ 4 ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ബിരുദം, അതോടൊപ്പം തന്നെ വേർഡ് പ്രോസസ്സിങ്ങിലും അതുപോലെ തന്നെ ഡാറ്റ എൻട്രിയിലുമുള്ള കഴിവും 1 വർഷത്തെ ഗവൺമെന്റ് അംഗീകൃത കമ്പ്യൂട്ടർ ഡിപ്ലോമയുമാണ് ഇവിടെ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒപ്പം ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സാണ്. അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് പേ 25,500 മുതൽ 81,100 എന്നതാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അടുത്തതായിട്ട് പരിചയപ്പെടുന്ന തസ്തിക കാറ്ററിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയാണ്. അതിൽ നൽകിയിരിക്കുന്ന ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ 87 വേക്കൻസിയാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ ക്വാളിഫിക്കേഷനിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒന്ന് അടിസ്ഥാന യോഗ്യതയായിട്ട് സെക്കൻഡറി സ്കൂളാണ്. അതായത് 10ാം ക്ലാസ് വിജയമായിരിക്കണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് കാറ്ററിംഗിൽ നേടിയ ത്രിവത്സര ഡിപ്ലോമ ആണ് പറയുന്നത്. കാറ്ററിംഗിൽ നേടിയ ത്രിവത്സര ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം അതെന്താണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ടൂറിസം വകുപ്പിന്റെ അംഗീകൃതമായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് വെക്കേഷണൽ വിഷയമായിട്ട് നേടിയ CBSE സീനിയർ സെക്കൻഡറി, അതായത് 12ാം ക്ലാസ് വിജയം, CBSEയിലെ 12ാം ക്ലാസ് വിജയവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതല്ലെങ്കിൽ പിന്നീട് ഇവിടെ പറയുന്നത് കാറ്ററിംഗ് ട്രേഡ് പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റും ഡിഫൻസിൽ 10 വർഷത്തെ സേവനവുമാണ്. അതായത് വിമുക്ത ഭടന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 25,500 മുതൽ 81,100 എന്നതാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന തസ്തിക ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സി വിഭാഗത്തിലെ തസ്തികയാണ്. അത് തിരഞ്ഞെടുക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ്
റീജിയണൽ ഓഫീസ് കേഡറിലേക്കാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ടോട്ടൽ വേക്കൻസി 8 നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, അതായത് 12ാം ക്ലാസ് വിജയമാണ്. മിനിറ്റിൽ 30 ഇംഗ്ലീഷ് വാക്ക്, ഹിന്ദിയിലാണെങ്കിൽ 25 ഹിന്ദി വാക്കാണ് മിനിറ്റിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കേണ്ടത്. അതല്ലെങ്കിൽ സെക്രട്ടറിയൽ പ്രാക്ടീസസ് ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് വൊക്കേഷണൽ വിഷയവുമായി സീനിയർ സെക്കൻഡറി +2 ലെവൽ വിജയവുമാണ് ഇവിടെ പറയുന്ന രണ്ടാമത്തെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയൽ പ്രാക്ടീസസ് ആൻഡ് ഓഫീസ് മാനേജ്മെന്റ് വൊക്കേഷണൽ വിഷയമായി സീനിയർ സെക്കൻഡറി +2 ലെവൽ വിജയമാണ്. CBSE അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് അവിടെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ അവിടെ വൊക്കേഷണൽ ആ ഒരു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് സെക്രട്ടറിയൽ പ്രാക്ടീസസ് ആൻഡ് ഓഫീസ് മാനേജ്മെന്റിലുള്ള വിജയമുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ അടിസ്ഥാന ക്വാളിഫിക്കേഷനായിട്ട് അവിടെ പറയുന്നത്. അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്കെയിൽ ഓഫ് പേ 19,900 മുതൽ 63,200 എന്നതാണ് സ്കെയിൽ ഓഫ് പേ ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു തസ്തിക ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഗ്രൂപ്പ് C, അത് ജവഹർ നവോദയ വിദ്യാലയ കാറ്ററിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 622 ഒഴിവുകളാണ് അവിടെ ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ അതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ്, അതായത് 12ാം ക്ലാസ് വിജയമാണ് ഇവിടെ പറയുന്നത്. സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് 12ാം ക്ലാസ് വിജയം. ഒപ്പം മിനിറ്റിൽ 30 ഇംഗ്ലീഷ് വാക്കാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ 25 ഹിന്ദി വാക്ക് ടൈപ്പിംഗ് സ്പീഡും പറയുന്നു. അതല്ലെങ്കിൽ ഇവിടെ പറയുന്ന സെക്രട്ടറിയൽ പ്രാക്ടീസിൽ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നു സെക്രട്ടറിയൽ പ്രാക്ടീസസിൽ ഓഫീസ് മാനേജ്മെന്റിൽ വൊക്കേഷണൽ സബ്ജക്റ്റിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ വിജയമാണ്. CBSEയും സ്റ്റേറ്റ് ബോർഡും അവിടെ പരിഗണിക്കുന്നതായിരിക്കും എന്നും കൂടി കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പൊ ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക, അതിന്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 27 വയസ്സ് വരെയാണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 19,900 മുതൽ 63,200 എന്നതാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ എന്ന് പറയുന്ന തസ്തികയാണ്. ഗ്രൂപ്പ് C വിഭാഗമാണ്. ടോട്ടൽ 273 വേക്കൻസി. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വർഷമാണ്. സ്കെയിൽ ഓഫ് പേ 19,900 മുതൽ 63,200 ആണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്ന് പറയുന്നു. ITI സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ബാർ പ്ലംബിംഗ്, ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ, വയറിംഗ് ആൻഡ് പ്ലംബിംഗ് വർക്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. അടുത്ത ലാബ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയാണ്. അവിടെ 142 ടോട്ടൽ വേക്കൻസി അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു അതിന്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 30 വയസ്സ് വരെയാണ്. 18,000 മുതൽ 56,900 എന്നാണ് അതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക് എന്നതും കൂടെ ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവിടെ എടുത്തു പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് സയൻസ് സ്ട്രീമിലുള്ള വിജയമാണ്. ഒന്നെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്കും ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് 12ാം ക്ലാസ് സയൻസ് സ്ട്രീമിലുള്ള വിജയമാണ് അവിടെ ലാബ് അറ്റൻഡന്റിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. മെസ് ഹെൽപ്പർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ് അടുത്തായിട്ട് വരുന്നത്. 629 ഒഴിവുകളാണുള്ളത്. മെട്രിക്കുലേഷൻ പാസ് ആയിരിക്കണം എന്നതാണ് അവിടെ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻ കേസ് ഓഫ് കോഷൽ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ജവഹർ നവോദയ വിദ്യാലയാസ് മെസ് ആൻഡ് നോട്ട് പൊസസിംഗ് മെട്രിക്കുലേഷൻ ഹാവ് ടു പാസ് ക്ലാസ് 10 വിത്തിൻ 2 years ഓഫ് ജോയിനിങ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മെട്രിക്കുലേഷൻ പാസ്സാകാത്തവരാണെങ്കിൽ അവിടെ എന്താണ് ഈ ഒരു ജോലി ചെയ്തതിന് ശേഷം, അതായത് ജോയിൻ ചെയ്തതിന് ശേഷം 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, ഇത് പാസ്സായാൽ മതി എന്നും കൂടെ അവിടെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഒപ്പം 10 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ പറയുന്ന മേഖലയിൽ എന്ന് പറയുന്നു. അതും തന്നെ ഗവൺമെന്റ് റെസിഡൻഷ്യൽ ഓർഗനൈസേഷൻ ബാർ സ്കൂൾ എന്ന് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഒപ്പം പാസിംഗ് ഓഫ് സ്കിൽ ടെസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ബൈ NVS, അവർ നടത്തുന്ന എന്താണ് സ്കിൽ ടെസ്റ്റ് പാസ്സായിരിക്കണമെന്നും കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. ഹെഡ് ക്വാർട്ടേഴ്സിലേക്കും അതുപോലെ തന്നെ റീജിയണൽ ഓഫീസിലേക്കുമാണ് 23 വേക്കൻസിയാണ് ടോട്ടൽ അവിടെ പറയുന്നത്. അതിന്റെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് വിജയമാണ്. 18 മുതൽ 30 വയസ്സാണ് ഇവിടെ ഏജ് ലിമിറ്റ്. 18,000 മുതൽ 56,900 എന്നതാണ് അതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ ഇവിടെ പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തുടർന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് ഫീമെയിൽ സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഓഡിറ്റ് അസിസ്റ്റന്റ്, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കാറ്ററിംഗ് അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ അടിസ്ഥാനമാക്കിയാവും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നു. ഒപ്പം സ്റ്റെനോഗ്രാഫർ, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ, മെസ് ഹെൽപ്പർ തസ്തികകളിലേക്ക്
ഈ ഒരു പരീക്ഷയ്ക്ക് പുറമെ ട്രേഡ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടാവും. അസിസ്റ്റന്റ് കമ്മീഷണർ, അഡ്മിൻ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റിന് പുറമെ അഭിമുഖവും നടത്തുമെന്ന് പറയുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ, അഡ്മിൻ എന്നീ തസ്തികകളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയ്ക്ക് ഡൽഹി മാത്രമായിരിക്കും സെന്റർ എന്നും കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പരീക്ഷാ സെന്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. മറ്റ് തസ്തികകളിലേക്ക് 93 കേന്ദ്രങ്ങളിലായിട്ട് സെന്ററുകൾ ഉണ്ടായിരിക്കും. അതിൽ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ എറണാകുളം, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ഭാഗങ്ങളിൽ സെന്ററുകൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അപേക്ഷകരുടെ എണ്ണവും സീറ്റിന്റെ ലഭ്യതയും കണക്കിലെടുത്താണ് സെന്റർ അനുവദിക്കുക എന്നും കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ തസ്തികയിലെയും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ സിലബസ് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വിശദമായിട്ടുള്ള ആ ഒരു സിലബസ് നൽകിയിട്ടുണ്ട്. എല്ലാ തസ്തികയുടേതും ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് ആ ഒരു സിലബസും മനസ്സിലാക്കുക, ഏതൊക്കെ രീതിയിലാണ് ഓരോ തസ്തികയിലേക്കും തയ്യാറെടുക്കേണ്ടതെന്ന് ഈ ഒരു സിലബസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ അതിന് യോഗ്യതയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ പറയുന്ന വ്യക്തമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. നവോദയയുടെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഇതിനുള്ള ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും. അതിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകാവുന്നതാണ്. നവോദയ വെബ്സൈറ്റിന്റെ ലിങ്ക്. ഇവിടെ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളുണ്ട്. അതിലൊരു ഡേറ്റ് എന്ന് പറയുന്നത് ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ്. 12/1/2022 മുതലാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 10/2/2022 ഇനി ഇതിനൊരു ഫീസ് ഇവിടെ പറയുന്നുണ്ട്. ഫീസ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് 12/1/2022 മുതൽ 10/2/2022 വരെയാണ് നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. അവിടെ തന്നെ കൃത്യമായിട്ട് ഫീസുകൾ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ, അഡ്മിൻ തസ്തികയിലേക്കാണെങ്കിൽ 1500 രൂപയാണ് ഫീസ് വരുന്നത്. അതായത് അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തിക, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നീ 2 തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 1500 രൂപ വെച്ചിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഫീമെയിൽ നേഴ്സ് ആണെങ്കിൽ 1200 പറയുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള തസ്തികയിലേക്ക് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റർ, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ, ജൂനിയർ എഞ്ചിനീയർ സിവിൽ, സ്റ്റെനോഗ്രാഫർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, കാറ്ററിംഗ് അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഹെഡ്ക്വാർട്ടർ റീജിയണൽ ഓഫീസർ കാഡറിലേക്കാണ്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജവഹർ നവോദയ വിദ്യാലയ കാറ്റഗറിയിലേക്ക്, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്കൊക്കെ ആണെങ്കിൽ 1000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അതായത് ഓരോ തസ്തികയിലേക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറും അതുപോലെ തന്നെ ഓഡിറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ തസ്തിക, ഈ 2 തസ്തികയിലേക്കൊക്കെ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ പറയുന്ന 1000 രൂപ കൊടുക്കണമെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ലാബ് അറ്റൻഡന്റ്, ബസ് ഹെൽപ്പർ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികയിലേക്ക് 750 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് നൽകേണ്ടത് എന്നും കൂടെ പറയുന്നു. അവിടെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതായത് SC ST അതുപോലെ തന്നെ PH കാറ്റഗറിയിലൊക്കെ വരുന്നവർക്ക് ഫീസ് ഒന്നും തന്നെ ആവശ്യമില്ല എന്നും കൂടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, നമുക്ക് റീഫണ്ട് ചെയ്ത് തരില്ല എന്നും ഈ നോട്ടിഫിക്കേഷനിൽ ഇവിടെ പറയുന്നുണ്ട്. ഒപ്പം നമ്മൾ ഈ അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതായത് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപേക്ഷിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നൽകുന്ന ഒരു ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം, പ്രിന്റ് ഔട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് ആവശ്യമായിട്ട് വരുമെന്നും കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഒപ്പം നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും പേരുകളൊക്കെ കൃത്യമായിട്ടായിരിക്കണം നമ്മൾ ഈ അപേക്ഷിക്കുന്ന സമയത്ത് പൂരിപ്പിക്കേണ്ടത്. എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യുമെന്നും കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതിന്റെ ലിങ്ക്. വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യോഗ്യതയുള്ള തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ മുന്നിലേക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഏറ്റവും നല്ല ഒരു ജോബ് വാക്കൻസിയാണ് നവോദയ പോലുള്ള കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന മാസങ്ങളിൽ തന്നെ നിങ്ങളൊരു ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും.